കഴിവും ഒക്കെ ജേസിനുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം 36 വർഷത്തെ ഈ സേവനം എന്ന് പറയുമ്പോൾ സ്വന്തം നാട്ടിൽ ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ നാട്ടുകാരെ ഏത് സ്ഥലം ചോദിച്ചാലും ജേസിനെ അറിയാം. അപ്പം ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം ഓരോ അഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ ജേസിനെയാണ് ഈ ഭാഗത്ത് നമ്മൾ ആശ്രയിക്കുന്നത്. അത്രയും ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകിയ ഒരു ആളാണ് ജേസിനേട്ടൻ. പിന്നെ അത് തന്നെയല്ല, ഞാൻ അഭിവാദ്യം. അടുത്തതായി ആശംസകൾ അർപ്പിക്കാനായി FNPO യൂണിയനെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള ടോണി മാഷിനെ ക്ഷണിച്ചു. വേദിയിലെ സദസ്സിലെ വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ ജില്ലായി പോസ്റ്റ് മാസ്റ്റർ സോജ സാർ, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ജയ്സിൻ്റെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സോദൻ മാസ്റ്റർ ജയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ തൻ്റെ ആ പൊട്ടൻഷ്യൽ മുഴുവനായിട്ട് റിയലൈസ് ചെയ്യാത്ത ഒരാളായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അദ്ദേഹം മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ ഒരു വളരെ സീനിയറായിട്ടുള്ളൊരു പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്യേണ്ടിരുന്ന ഒരാളാണ്. വ്യക്തിത്വങ്ങളെ ഇന്ന് പോസ്റ്റുമാനായി റിട്ടയർ ചെയ്യുന്ന ജയ്സൺ ചേട്ടൻ, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ, നമുക്കറിയാം 36 വർഷം പോസ്റ്റുമാനായി ജോലി ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ച് നമുക്കറിയാം. 36 വർഷം, പ്രത്യേകിച്ച് നെല്ലായി എല്ലാ വീടുകളിലും കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരു പോസ്റ്റ് മാസ്റ്ററെ സംബന്ധിച്ച് എന്നും ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പോസ്റ്റ് മാസ്റ്റർക്കാണ്. ഒരു വാർഡ് മെമ്പറിനേക്കാളുപരി, വാർഡ് മെമ്പർ എല്ലാവരും, പക്ഷേ ജയ്സൺ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം 36 വർഷം ഈ നെല്ലായിലെ എല്ലാ വീടുകളുടെയും സ്പന്ദനങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ജയ്സൺ ചേട്ടൻ. നമ്മുടെ റിട്ടയർമെന്റിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്, റിട്ടയർ ചെയ്താലും സർവീസിൽ ഇരിക്കുമ്പോൾ ഏത് സ്റ്റാറ്റസിൽ നമ്മൾ ജീവിച്ചിരുന്നുവോ അതേ സ്റ്റാറ്റസിൽ തന്നെ റിട്ടയർ ചെയ്താലും ജീവിക്കാൻ സാധിക്കണം. അത്തരത്തിൽ ഉയർന്ന സ്റ്റാറ്റസിൽ തന്നെ ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് ജയ്സന്റെ മനസ്സിൽ ഇപ്പൊ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ആ മേഖലയിലേക്ക് കൂടി ജയ്സനെ പ്രസിഡന്റ് ക്ഷണിച്ചിരിക്കുകയാണ്. ആ മേഖലയിലും ജയ്സന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നും കുടുംബാംഗങ്ങൾക്കും ജയ്സനും എല്ലാവിധ റിട്ടയർമെന്റ് ആശംസകളും ഓൾ ഇന്ത്യ പോസ്റ്റൽ ആൻഡ് RMS പെൻഷനേഴ്സ് അസോസിയേഷന്റെ പേരിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസാരിക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു കാലഘട്ടം ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് പോസ്റ്റ്മാനായി സ്വന്തം നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം, അദ്ദേഹത്തിന് ഈ നാടിനോടുള്ള സ്നേഹവും ഈ നാട്ടുകാർ അദ്ദേഹത്തിന് തിരിച്ചു നൽകുന്ന സ്നേഹവും, അതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ 10-20 കൊല്ലം ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആളുകൾക്ക് നമ്മളോടുള്ള ഒരു പെരുമാറ്റവും ആളുകൾക്ക് നമ്മളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പെരുമാറ്റവും അവർ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യമായിരിക്കും തൊഴിലിന് ഇവിടെ നിലനിൽക്കുക. അദ്ദേഹം ഇവിടുത്തെ പ്രസിഡന്റ്, ബാങ്കിന്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വളരെ സ്നേഹത്തോടെ ഈ നാട്ടിലെ എല്ലാ കുടുംബങ്ങളിലെയും ഒരു അംഗമായിട്ട് അദ്ദേഹം മാറുകയും 36 വർഷം ആ ഒരു വീട്ടുകാരെ പോലെ അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്പൊ എന്നുള്ളതിൽ കവിഞ്ഞ് വരാൻ പോകുന്ന യുഗങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ആങ്സൈറ്റിയുള്ള ഈ കാലഘട്ടത്തിൽ ഇന്ന് 28 ഫെബ്രുവരി 2025 റിട്ടയർ ചെയ്യുന്ന പോസ്റ്റ്മാൻ ശ്രീ ജയ്സൺ ചേട്ടൻ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റോട് കൂടി തന്നെയാണ് ഡിപ്പാർട്ട്മെന്റൽ കരിയറിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഔദ്യോഗിക ജീവിതത്തിന് പടിയിറങ്ങാം. എങ്കിൽ പോലും അതൊരു ജീവിതത്തിന്റെ സെമികോളൻ അല്ല, ജീവിതത്തിന്റെ ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് അല്ല, സെമികോളനും കൂടിയല്ല, അത് അതിന്റെ ഒരു തുടർച്ചയാണ് എന്ന് നേരത്തെ പറഞ്ഞവരെല്ലാം പറഞ്ഞു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആരോഗ്യം നൽകട്ടെ, ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്നും എല്ലാവരുമായിട്ട് ഒരു നല്ല ബന്ധം നിലനിർത്താൻ അദ്ദേഹത്തിന് ശ്രമിക്കട്ടെ. നമ്മളായാലും എന്നും ജയ്സേട്ടന് എപ്പോഴും വളരെ ഒരു സുഹൃത്താണ്. ഇനിയും അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാത്തു സൂക്ഷിക്കുന്ന ഉറപ്പ് നൽകുന്നതോടൊപ്പം അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നൽകുന്നു. അത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത് മാത്രമല്ല, അത് മറ്റുള്ള കുട്ടികളെ പ്രചോദിപ്പിക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്.
ഓരോ കാലങ്ങളിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക, നമ്മുടെ കുട്ടികളുടെ പേര് നോട്ടീസ് വരുന്നു, സൊസൈറ്റി നോട്ടീസ് പേര് വരുമ്പോൾ കാണുമ്പോൾ അത് നമ്മുടെ ഓഫീസറി ചർച്ച ചെയ്യും അല്ലെങ്കിൽ കാണും. അപ്പോൾ മറ്റു കുട്ടികൾക്കും അത് പ്രയോജനപ്പെടും. അത് വളരെ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ കുട്ടികളെ വളർത്താനും അവർക്ക് നേട്ടം കൂടിയാനും കേസിന് പിന്നെ പോലെ തന്നെ ഞാനും ഒരുമിച്ച് നമ്മുടെ 36 കൊല്ലം ജോലി ചെയ്യുമ്പോൾ ഞാൻ 40 കൊല്ലത്തോളായി. പക്ഷേ അഡ്മിഷനൊക്കെ ഞാനൊരു വർക്ക് പോകുന്നു. അല്ലെങ്കിൽ ഞാനിപ്പോൾ ദേശത്തിന് പോരുന്നു. അപ്പോൾ ദേശം കുറിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബത്തിലെ പോലെയാണ് ഇവരുണ്ടാവുക. അത്രയും സ്നേഹത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ദേശത്തിന് എനിക്ക് അധികം അതിനോട് ഭാഗ്യം, സന്തോഷം, സമാധാനവും ഐശ്വര്യവും നൽകുന്നതാകട്ടെ. കൃഷ്ണൻ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. ഒരു കുടുംബം തന്നെയായിരുന്നു. ഇനിയുള്ളൊരു നല്ലൊരു വിശ്രമ ജീവിതം അദ്ദേഹത്തിന് ഉണ്ടാവാൻ വേണ്ടി സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പറഞ്ഞ വേണം താഴെ പോസ്റ്റർ IP ജി സാറ്, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രവർത്തകർ, ഞാനും ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല സമയവും ഞാൻ ഇവിടെ മെമ്പറായതോടുകൂടി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ജയസേനം വിളിച്ചാൽ ഒരിക്കലും ഒരു ദേഷ്യം വണ്ടി ഓടിക്കണേ പോലും ഇല്ല. അപ്പം ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഫോൺ എടുക്കുക. മിക്കവാറും എന്നെയും കോണ്ടാക്ട് ചെയ്യും. അപ്പം ജയസേന ഇപ്പം നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ ഈ സമൂഹം നമ്മുടെ നാടുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ള ഒരാളാണ് ജയസേട്ടൻ. ഞാൻ 2 ടൈം മെമ്പറായിരുന്ന സമയത്തും ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് പ്രോത്സാഹനങ്ങൾ തന്ന ഒരാളാണ്. അപ്പോൾ ജയസേട്ടൻ ഇനി നമ്മുടെ നാടിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കണം. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ആളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്ക് ഭാവി ജീവിതം ശോഭനമാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ യാത്രയപ്പ് യോഗത്തിൻ്റെ അധ്യക്ഷ സ്വാതി മേഡം, അതുപോലെ തന്നെ നമ്മുടെ പുതുക്കാട് ചാലക്കുടി സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ ജിവിൻ സാർ, യൂണിയൻ്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഞാൻ ഒരു മറുപടി പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മറുപടി നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയണോ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതിന് മറുപടി പറയണോ എന്നൊരു കൺഫ്യൂഷനില്ല. ഞാൻ 1989 ആഗസ്റ്റ് മാസമാണ് നെല്ലായി പോസ്റ്റ് ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത്. അന്നത്തെ പോസ്റ്റ് മാസ്റ്റർ E.T. ആന്റണി സാറാണ്. അതുപോലെ തന്നെ അന്ന് 2 ഏജന്റുമാരാണ് ഓഫീസിലുണ്ടായിരുന്നത്. ഒന്ന് ഇന്ദിരേച്ചും പിന്നെ കല്യാണിച്ചും. കല്യാണിച്ച് മരിച്ചുപോയി. ഇന്ദിരേച്ച് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അന്ന് തൊട്ട് നാരായണി മാഷ് വന്നു, ചിത്രലേഖ മേഡം വന്നു, പിന്നെ അതിനുശേഷം രാജ് മേഡം വന്നു, പിന്നെ ഫ്രാൻസിസ് സാറ്, പിന്നെ ഇടയിൽ പിന്നെ വന്ന് വിജയ മാഷ് വന്നു, പിന്നെ സോജ മേഡം, നർമാസ് മാഷ് ഞാൻ ഉള്ളപ്പോൾ ഉണ്ടായില്ല. നാരായണി മാഷ് വന്നു. നർമാസ് മാഷ് ഞാൻ അതിൻ്റെ പേരെ കമ്പനിയാണ്. കാരണം വെച്ചാൽ 2 ടൈം എല്ലാവരും സ്ഥലത്തിൽ ഇരുന്നിരുന്ന ആളാണ്. അവരൊക്കെ ഞാൻ ഓർക്കപ്പോൾ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചുപോയി. സ്വാമി സാറ് മരിച്ചുപോയി, മാധവ മാഷ് മരിച്ചുപോയി, പിന്നെ ആരൊക്കെ മരിച്ചുപോയി എനിക്ക് ഓർമ്മയില്ല, അറിഞ്ഞിട്ടുമില്ല. എല്ലാവരും ഞാൻ ഇപ്പോൾ ഓർക്കാം. ഈ പ്രോഗ്രാം ഞാനിപ്പോൾ റിട്ടയർഡ് ആണല്ലോ, ഞാൻ ബലമായിട്ട് ഗവൺമെൻറ് പറഞ്ഞയക്കുക. എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ചാളായിട്ട് വർക്ക് ചെയ്യുന്നത്, പക്ഷേ അതിന് നിയമം അനുവദിക്കില്ല. പിന്നെ ഇപ്പോൾ UN ഒരു പുതിയ നിയമം ഇറക്കിയെന്ന് പറഞ്ഞിട്ടു. 60 വയസ്സല്ല സീനിയർ സിറ്റിസൺ, 80 വയസ്സായിട്ടില്ല. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ യങ്ങാണ്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു അനുഭൂതി എനിക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഓർക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളില്ലല്ലോ.
നമുക്ക് അന്നം തന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് അത്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ഈ 400 കൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അതിന് വിട്ട് 70,000 രൂപയുടെ സാലറി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ ഉറപ്പില്ല എത്ര കിട്ടണമെന്നുള്ളൂ. അപ്പോൾ അത്രയും മാറ്റം ഉണ്ടായിട്ട് പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് നമ്മുടെ സ്റ്റാറ്റസ് കോ ആയിരിക്കാം കുറേ, പിന്നെ നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ അതൊക്കെ. അതുകൊണ്ട് ആ ഒരു വിഷമമൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ എനിക്ക് ഈ റിട്ടയർ ചടങ്ങ് ഇത്ര മനോഹരമാക്കി തന്ന എൻ്റെ അശ്വിനുണ്ട്. അശ്വിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരുപാട് എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഇത് ഇത്രയും മനോഹരമാക്കാനായിട്ട് ഈ ചടങ്ങ്. അപ്പോൾ സോജ വേണം, ഐശ്വര്യക്കുട്ടി, ഇവർക്കെല്ലാം ഞാൻ നന്ദി പറയാം. അതുപോലെ തന്നെ എൻ്റെ ഈ ചടങ്ങ് ഇത്ര മനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ എൻ്റെ അപ്പൻ അമ്മ അവരൊക്കെ ഓർക്കാം. കാരണം ഞാൻ അവരുണ്ടായ കാരണമാണ് ഞാൻ എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റിയത്. അവരെ ഞാൻ എന്താ പറയുക 2020-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റിയതാണ്. അതൊരു സന്തോഷമുണ്ട് എനിക്ക്. കാരണം വെച്ച് നമ്മൾ 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ ടെക്നോളജി ഇത്ര വികസനമില്ല. ഇപ്പം പെട്ടെന്ന് വികസനം വരുന്നത് ഇന്ന് കാണുന്ന ഒരു നാളെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മൊബൈലും അതുപോലെ തന്നെ ഫോണൊക്കെ ഉപയോഗിക്കാനായിട്ട് മക്കൾക്ക് ഭയങ്കര ഈസിയാണ്. നമ്മളെ കൊണ്ട് അത് സാധിക്കില്ല. അപ്പോൾ ഇനി പോസ്റ്റ്മാനായിട്ട് തുടർന്ന് കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ആശംസകൾ അർപ്പിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പറയാൻ പറഞ്ഞു എൻ്റെ കുടുംബാംഗങ്ങളുടെ ഭാര്യ അതെനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സ്പെഷ്യലി എടുത്തു പറയാം. കാരണം ഞങ്ങള് 32 കൊല്ലമായിട്ട് എനിക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകി വന്നിട്ടുള്ള ആളാണ്. എന്ത് വിഷമം എന്നാലും ആത്മപര ആൾക്കാർ ഞാൻ വിഷമിച്ച് കണ്ടാൽ ആളത് പറയും വിഷമിക്കുന്ന എന്നൊക്കെ ശരിയാവും. എന്ത് കാര്യത്തിലും പോസിറ്റീവായിട്ട് പറയുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഭയങ്കര സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, അളിയന്മാർ വന്നിട്ടുണ്ട്, അപ്പോൾ എൻ്റെ അപ്പൻ അമ്മ എല്ലാവരെയും ഓർക്കാം. എല്ലാവർക്കും ഞാൻ നന്ദി പറയാം. താങ്ക് യു. അടുത്തതായി നന്ദി പ്രസംഗത്തിനായി അശ്വിനെ ക്ഷണിച്ചു. ഉച്ച കഴിഞ്ഞ് നല്ല ചൂടായിട്ട് ഇരിക്കുന്ന ഒരു വേദിയിൽ എല്ലാവരും വർക്ക് കഴിഞ്ഞിട്ട് ജയശേഖരൻ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് എല്ലാവരും പരിപാടിക്ക്. എന്നാലും നമ്മുടെ ഈ ചെറിയ പരിപാടിയല്ല, വലിയ പരിപാടി ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ പരിപാടിക്ക് എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയാണ്. കഴിഞ്ഞിട്ടില്ല യൂണിയനെ അല്ലെങ്കിൽ ഇതിനെ എല്ലാ 2 യൂണിയനെയും പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെയും നെല്ലായി ഫാമിലിയുടെ വേഗ ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെയും പോലെ തന്നെ ബ്ലാങ്ക് ആയിട്ട് എന്താ പോസ്റ്റ് ഓഫീസ്, എല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കുന്ന ഈ പോസ്റ്റ് ഓഫീസ് ബന്ധമില്ലാത്ത ആൾക്കാർക്കൊക്കെ പോസ്റ്റ് ഓഫീസിനെ കുറിച്ചിട്ട് പോസ്റ്റ് എന്നുള്ളൊരു ഇത് കത്ത് കൊടുക്കാന്നുള്ളത് വെച്ചിട്ട് പോസ്റ്റ് ഓഫീസിലുള്ള എന്തൊക്കെയുണ്ട്, പോസ്റ്റ് ഓഫീസിന്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് ഒന്നും അറിയില്ല. എനിക്കും ഒന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള വന്ന് തന്നെ പോസ്റ്റ് ഓഫീസിന്റെ പോസ്റ്റ്മാൻ അയാൾ ഈ പോസ്റ്റ്മാൻ പറഞ്ഞ ഡ്യൂട്ടിയും എനിക്ക് അത്രയ്ക്ക് വലിയ സംഭവമാണോ എന്നൊന്നും എന്റെ മനസ്സിലൊന്നും വന്നപ്പോഴുണ്ടായിരുന്നില്ല. അതിനെ അങ്ങനെ ആക്കിയെടുത്ത് അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റ് ഓഫീസ് ജീവിതത്തിന്റെ ഗുരു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം ജേസൺ ചേട്ടനെയാണ്. അതിന് പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇനി എന്നെ ഒരു പോസ്റ്റ്മാൻ ആക്കിയിട്ട് എടുത്ത ജേസൺ ചേട്ടന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജേസൺ ചേട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. കൊറോയുടെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന ഈ സന്ധിയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെയും ലൈഫ് ഫാമിലിയുടെയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ 1-2 ആൾക്കാർ വിട്ടുപോയി. ഞാൻ എൻ്റെ അശ്വിൻ പറഞ്ഞു എൻ്റെ ഗുരു ഞാനാണെന്ന് പറഞ്ഞല്ലോ. എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നു, ശങ്കരൻ ചേട്ടൻ. അത് മരിച്ചുപോയി. ആള് ഇത് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആളിൽ നിന്ന് കണ്ടുപിടിച്ചത്. കാരണം ആള് കറക്റ്റ് 8:30 ഓഫീസാണെങ്കിൽ 8:25 ഇവിടെ എത്തും. അതുപോലെ തന്നെ ഒരു ഇൻലൻഡ് കാർഡ് പോലെ ആൾ ബാക്കി വയ്ക്കില്ല. ഒരു ദിവസം ഗോകുൽ സാറ് IP ആയിട്ട് വന്നിട്ട് ഒരു കാർഡ് ആൾ ബാക്കി വെച്ചു. അത് എന്താ ബാക്കി വെച്ചോന്ന് ചോദിച്ചാൽ എനിക്കൊരു എഴുതി വെച്ചേക്കാം. അപ്പൊ ആള് പറഞ്ഞു ആള് വീട്ടിലുണ്ടായില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഗോകുൽ സാർ ആളെ കുറെ വഴക്ക് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഫീലിംഗ് ആയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും
നന്നായിട്ട്, അതായത് ഇത്രയും പക്ക വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആള് നേരെ വൈകി വന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് അന്ന് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടാവും. 3 തവണ ആക്സിഡന്റ് പറ്റിയാണ്, 3 തവണ. അത് 3 തവണയും നേരെ വൈകി വന്നു, അത് ആക്സിഡന്റ് ആയിരുന്നു. അപ്പൊ ആളെ ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ചേച്ചി എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്, അവരൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നമസ്കാരം. ഒരിക്കൽ കൂടി ജെയ്സൺ ചേട്ടന് എല്ലാവിധ ആശംസകളും. ഇതോടുകൂടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഈ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. ഞാനേ നല്ല ഭക്ഷണം വയ്ക്കേണ്ട ഒരു വീട്ടിൽ എല്ലാവരും അത് കഴിച്ചിട്ട് പോകാൻ പാടുള്ള ഒരാൾ പോലും ഇവിടെ നിന്ന് പോയരുത്, ഭക്ഷണം കഴിക്കേണ്ടത് ഓർമ്മിക്കും. ആത്മാവിൽ പകർന്ന നല്ല നാളുകൾ സ്മരിച്ചുകൊണ്ട്